കിഫ്ബി ഫണ്ട് വകമാറ്റി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുകയാണ്. മൂന്നാം പിണറായി സർക്കാരിന്റെ സാധ്യത മുന്നിൽ കണ്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ വൻതോതിൽ പരസ്യ പ്രചാരണങ്ങൾ നടത്തുകയാണെന്നും ഇത് അടിയന്തരമായി നിർത്തിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. 2000 പാസാക്കിയ കിഫ്ബി നിയമപ്രകാരം സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അനുബന്ധ പദ്ധതികൾക്കും മാത്രമേ ഫണ്ട് ഉപയോഗിക്കുവാൻ പാടുള്ളൂ. എന്നാൽ 9.5% പലിശയ്ക്ക് മസാല ബോണ്ടുകൾ വഴി സമാഹരിച്ച തുക പോലും സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തുകയും ചെയ്തു. 2018 മുതൽ 2021 വരെയുള്ള കാലയളവിൽ മാത്രം ഏകദേശം 102 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും പരസ്യങ്ങൾക്കും പ്രചാരണങ്ങൾക്കുമായി ചെലവഴിച്ചിട്ടുമുണ്ട്. 2020-21 തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മാത്രം 75 കോടി രൂപയാണ് ഇത്തരത്തിൽ വകമാറ്റിയിരിക്കുന്നത്. മാധ്യമങ്ങളിൽ സ്പോൺസേഡ് കണ്ടന്റ് എന്ന പേരിൽ നൽകിയ വാർത്തകൾക്കായി 30 കോടി രൂപയും കേരളീയം പരിപാടിക്കായി 50 കോടി രൂപയും കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ 3 സാമ്പത്തിക വർഷങ്ങളിൽ 49 കോടി രൂപയും 2024 ആദ്യ 6 മാസത്തിൽ 5 കോടി രൂപയും പ്രചരണങ്ങൾക്കായി ചെലവഴിച്ചിട്ടുമുണ്ട്. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 150 കോടിയിലധികം രൂപ ഇത്തരത്തിൽ വകമാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ നിയമവിരുദ്ധ ചെലവുകൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുമെന്നും ചെലവഴിച്ച തുക തിരിച്ചുപിടിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതുകൂടാതെ തന്നെ മുഖ്യമന്ത്രിയുടെ പേരിൽ ആരംഭിച്ച കാൾ സെന്ററിനും പരാതി പരിഹാര സെല്ലിനുമായി 20 കോടി രൂപ സ്വകാര്യ ഏജൻസിക്ക് നൽകിയതിലും ദുരൂഹതയുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചിട്ടുമുണ്ട്. കിഫ്ബിയുടെ വിശ്വാസ്യത തകർക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു.